മേലിൽ എന്ന ഈ പെൺകുട്ടി രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. അത് കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ ഒരു റെഡ് പാണ്ടയായി മാറുന്നു. അവൾ അത് കണ്ട് ഒരുപാട് പേടിക്കുകയാണ്. അവളുടെ അമ്മ തൻ്റെ മകൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കുന്നു. അപ്പോൾ തന്നെ അവൾ ബാത്റൂം സ്ക്രീനിൽ പുറകെ ഒളിച്ചു നിന്ന് അമ്മ ഒന്ന് പുറത്തേക്ക് പോകുകയെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ ചിലപ്പോൾ സ്വപ്നമായിരിക്കും, ഒന്ന് ഉറങ്ങിയാൽ മാറും എന്ന് വിചാരിച്ച് അവൾ ഉറങ്ങാൻ പോകുന്നു. അവളുടെ ദേഷ്യം കുറയും തോറും അവൾ ആ പാണ്ടയുടെ രൂപത്തിൽ നിന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുന്നു. അതായത് അവൾക്ക് പേടിയും ദേഷ്യവും വരുമ്പോൾ അവൾ പാണ്ടയായി മാറുന്നു. അതിൽ നിന്ന് റിലാക്സ് ആകുമ്പോൾ അവൾ നോർമൽ ഹ്യൂമൻ ആയിട്ട് മാറുന്നു. പക്ഷേ അവളുടെ ഹെയർ മാത്രം റെഡ് കളറിലാകുന്നു. എന്നിട്ട് അവളുടെ അമ്മ അവളെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. അവളുടെ ഹെയർ കാണാതിരിക്കാൻ വേണ്ടി ഇവളൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അവളുടെ അമ്മ ഇവളുടെ രാവിലെ പെരുമാറ്റം കണ്ട് അവളെ നിരീക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മേലിൻ കാണുന്നു. മേലിന് ഇത് കണ്ടുകൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വന്നതുകൊണ്ട് തന്നെ അവൾ ക്ലാസ്സിൽ വെച്ച് റെഡ് പാണ്ടയായി മാറുന്നു. ഇവളെ കണ്ട് അവരെല്ലാവരും പേടിക്കുന്നു. ഇത് കണ്ട് അവൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. എന്നിട്ട് അവൾ ഓടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴും അവളുടെ അമ്മ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ മേലിൻ വീട്ടിലെത്തുന്നു. അവളുടെ അമ്മയും അവളെ ഫോളോ ചെയ്ത് വീട്ടിലെത്തുന്നു. അവൾ ബെഡ്ഷീറ്റ് മൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ ഇവൾ ഇത്രയും പെട്ടെന്ന് റെഡ് പാണ്ടയായി മാറിയെന്ന് ചോദിക്കുന്നു. ഈ കാര്യം അവളുടെ പേരൻസിന് നേരത്തെ അറിയാമായിരുന്നു. അവളുടെ അമ്മ അവളെ സമാധാനിപ്പിച്ച് ഈ കാര്യം നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. അവളുടെ ഫാമിലീസിലെ ലേഡീസ് പ്രായപൂർത്തിയാകുമ്പോൾ ഇങ്ങനെ റെഡ് പാണ്ടയായി മാറാറുണ്ട്. ഞാനും ഒരു റെഡ് പാണ്ടയായിരുന്നു. ഒരു ചടങ്ങ് ചെയ്ത് ഈ റെഡ് പാണ്ടയെ ഈ ഡോളറിൽ അടച്ചു പിടിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അതുപോലുള്ള ചടങ്ങ് ചെയ്ത് നിന്റെ ഉള്ളിലെ റെഡ് പാണ്ടയെ ഇതുപോലെ ഡോളറിനുള്ളിൽ ആക്കാൻ പറ്റും. പക്ഷേ ആ ചടങ്ങ് റെഡ് മൂണുള്ള ദിവസങ്ങളാണ് ചെയ്യേണ്ടത്. അടുത്ത റെഡ് മൂൺ മെയ് 25-നാണ് വരുന്നതെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ മേലിൻ ഇടയ്ക്ക് റെഡ് പാണ്ടയായി മാറി അവളുടെ ഫ്രണ്ട്സിനൊപ്പം ജോളിയായിട്ട് കളിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ ചടങ്ങ് ചെയ്യാനായി അവളുടെ അമ്മയുടെ കുടുംബത്തിലെ കുറച്ച് ലേഡീസ് അങ്ങോട്ടേക്ക് വരുന്നു. അന്ന് രാത്രി മേലിൻ്റെ ഫ്രണ്ട്സ് നിന്റെ ഉള്ളിലെ റെഡ് പാണ്ടയെ നിന്റെ ഉള്ളിൽ തന്നെ വെക്ക്, അതിൽ നിന്ന് പിരിക്കണ്ട, ഇങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള റേഡിയോയിൽ ഇവർ ഒരു മ്യൂസിക് പ്രോഗ്രാമിന് പോകാൻ തീരുമാനിച്ചിരുന്നു. അത് മെയ് 25-നാണെന്നും ഇതിൽ പറയുന്നു. പക്ഷേ അന്നാണ് ആ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച് അവൾ റെഡ് പാണ്ടയായി മാറുന്നു. അങ്ങനെ മെയ് 25 ആകുന്നു. മേലിന് ചുറ്റും എന്തോ വട്ടമൊക്കെ വരച്ച് എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലുന്നു. ഉടനെ തന്നെ മേലിൻ മുകളിലേക്ക് പൊന്തി ആത്മാക്കളുടെ ലോകത്തേക്ക് വരുന്നു. അവിടെ ഒരു മായ കണ്ണാടിയുണ്ട്. അതിലേക്ക് അവൾ പോകുമ്പോൾ അവൾ റിയൽ വേൾഡിലേക്കും അവളുടെ പാണ്ട ആത്മാക്കളുടെ ലോകത്തേക്കും പോകും. അവൾ ആ കണ്ണാടിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവൾ പാണ്ടയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കുന്നു. അപ്പോൾ തന്നെ അവൾ ആ പാണ്ടയുടെ ഒപ്പം തന്നെ ചേരുന്നു. ഇത് കണ്ട അവളുടെ അമ്മ ഈ ചടങ്ങ് വീണ്ടും ചെയ്യാമെന്ന് പറയുന്നു. അതൊന്നും ഇനി വേണ്ട, ഞാൻ ആ പാണ്ടയായി തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവൾ ആ മ്യൂസിക് പ്രോഗ്രാമിന് പോകാൻ തയ്യാറാകുന്നു. അപ്പോൾ തന്നെ എല്ലാവരും അവളെ തടയാൻ നോക്കുന്നു. പക്ഷേ അവളുടെ അമ്മ നിലത്ത് വീണ് അവളുടെ അമ്മയുടെ കഴുത്തിലുള്ള ഡോളർ പൊട്ടിപ്പോകുന്നു. അവൾ ഈ ചെയ്തതിൽ ദേഷ്യം വന്ന് അവളുടെ അമ്മ അവളെക്കാട്ടും വലിയൊരു റെഡ് പാണ്ടയായി മാറുന്നു. എന്നിട്ട് ആ മ്യൂസിക് പ്രോഗ്രാമിൽ നടക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ മകളെ അന്വേഷിച്ച് വരികയാണ്. ഇത് കണ്ട് അവിടെയുള്ളവരൊക്കെ പേടിച്ചോടുന്നു. അപ്പോൾ തന്നെ അവർ വന്ന് മേലിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന മേലിൽ അപ്പോൾ തന്നെ റെഡ് പാണ്ടയായി മാറുന്നു. പക്ഷേ ഇവളുടെയും ഇവളുടെ അമ്മയുടെയും സൈസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവളെക്കാട്ടും വലിയ പാണ്ടയാണ് ഇവളുടെ അമ്മ. ഇപ്പോൾ അവളുടെ അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവളുടെ അമ്മയ്ക്ക് ചുറ്റും വട്ടം വരച്ച് അമ്മയ്ക്ക് ആ ചടങ്ങ് ചെയ്യണമെന്ന് പറയുന്നു. അവരെല്ലാം പാണ്ടയായി മാറി അവളുടെ അമ്മയെ വലിച്ച് ആ വട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങുന്നു. മന്ത്രങ്ങൾ ഉച്ചരിച്ചതോടെ അവരെല്ലാവരും ആത്മാക്കളുടെ ലോകത്തേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ മേലിൻ്റെ അമ്മ ഞാൻ ചെയ്തത് തെറ്റാണ്, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, ആ പാണ്ടയെ നിന്റെ ഉള്ളിൽ തന്നെ വെച്ചോ എന്ന് പറയുകയാണ്. അതിനുശേഷം മേലിനൊഴികെ ബാക്കി എല്ലാവരും ആ മായക്കണ്ണാടിക്കുള്ളിൽ പോയി നോർമൽ മനുഷ്യരെ മാറുന്നു. മേലിനാകട്ടെ അവളുടെ റെഡ് പാണ്ടയെ അവളുടെ ഉള്ളിൽ തന്നെ വെച്ച് അവളുടെ ജീവിതം ആഘോഷമായി തീർക്കുകയാണ്.